ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. मेरे प्यारे देशवासियों, नमस्कार। मन की बात में एक बार फिर आप सबसे जुड़कर मुझे अत्यंत आनंद हो रहा है. അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത്ത് പരിപാടിയുടെ 135-ാം പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हाल ही में मुझे कोलकाता में नौसेना से जुड़े एक कार्यक्रम में शामिल होने का अवसर मिला. वहां INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौसेना के बेड़े में शामिल किया गया. इन शिप्स की डिजाइन और मैन्युफैक्चरिंग तक सब कुछ स्वदेशी है. രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്. साथियों, जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई. C-295 यह विमान मेड इन इंडिया है. ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. साथियों, जून में एक और आयोजन हुआ जिसमें पूरी दुनिया भारत के प्रयासों से जुड़ी और ये कार्यक्रम था अंतर्राष्ट्रीय योग दिवस. इस बार दुनिया के 2500 से अधिक स्थानों पर योग के अनेक विध कार्यक्रम हुए. ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത്ത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു. യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇത്തരം ഒരു ആഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. साथियों, महाराष्ट्र के नांदेड़ में एक परिवार ने अपनी खुशियां बांटने के लिए ऐसा काम किया है जो चर्चा का विषय बन गया है. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത്
അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ CV ജയമണി പറഞ്ഞു. വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശോത്സവ കാലങ്ങളിലെ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാൻഡ് ബേബി ലീഗ്, നാഗാലാൻഡ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. हजारों साल पुरानी हमारी नालंदा विश्वविद्यालय अब नए अवतार के रूप में भारत का भाग्य गढ़ रही है. 2 साल पहले मुझे नालंदा विश्वविद्यालय के नए परिसर के लोकार्पण का अवसर मिला था. ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു. स्पेनिश बोलने वाले कुछ लोगों ने एक टीम बनाई है. इस टीम का नाम है ब्रह्म कमल डोमिनिकाना. टीम के सदस्य मिलकर वैदिक साहित्य का अध्ययन करते हैं. वे वैदिक मंत्रों का उच्चारण भी सीख रहे हैं. വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. गणेश जी की मूर्तियां बनाने का काम बहुत पहले शुरू हो जाता है. मूर्ति बनाने वाले, मूर्तियों के व्यापार से जुड़े लोग अभी से सक्रिय हो जाते हैं. इसलिए मेरा आप सभी से एक आग्रह है, आप प्रयास करें कि आपके घर, सोसाइटी या आसपास की जगहों पर गणपति बप्पा की जो मूर्ति स्थापित हो वो हमारे देश की मिट्टी से बनी हो. ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയുടെ 135 ഭാഗം അവസാനിപ്പിച്ചത്. कैच द रेन ये अभियान जरा भी ढीला नहीं होने देना है. तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं. बहुत बहुत धन्यवाद. नमस्कार. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.